ഡോക്ടർ രാജേഷ് മഹേശ്വർ. ഇദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ്. കേരള സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്സിലും സോഷ്യോളജിയിലും സൈക്കോളജിയിലും ബിരുദാനന്തര ബിരുദം. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ അന്തർദേശീയ ബഹുമതി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങളായ 193 രാജ്യങ്ങളുടെ പേരുകൾ അക്ഷരമാലാ ക്രമത്തിൽ ഇദ്ദേഹം 1 മിനിറ്റും 7 സെക്കൻഡും കൊണ്ട് ആ ഒരു അവതരണ രീതിക്കാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് ഈ രാജ്യങ്ങളുടെ ഇപ്പോൾ പറഞ്ഞില്ലേ ആൽഫബറ്റ് അനുസരിച്ചിട്ടുള്ളത്, അത് നമുക്കൊന്ന് പറഞ്ഞ് കേട്ടാലോ പ്രേക്ഷകർക്കൊന്ന്? തീർച്ചയായിട്ടും. ഇപ്പോൾ UNOയിൽ അംഗത്വമുള്ള 193 രാജ്യങ്ങളുണ്ട്. പ്ലസ് 2 രാജ്യങ്ങൾ ഒബ്സർവേഴ്സാണ്. അതായത് 195 രാജ്യങ്ങളാണ് വേൾഡിലുള്ളത്. അതിനകത്ത് 193 രാജ്യങ്ങൾ UN മെമ്പേഴ്സാണ്. ഈ UN മെമ്പേഴ്സിനെ നിരീക്ഷിക്കാനായിട്ട് 2 രാജ്യങ്ങൾ, പലസ്തീനും വത്തിക്കാനും. നമുക്ക് തുടങ്ങിയാലോ? അഫ്ഗാനിസ്ഥാൻ, അൽബേനിയ, അൾജീരിയ, അൻഡോറ, അങ്കോള, ആൻറ്റിഗ്വ ആൻഡ് ബാർബുഡ, അർജന്റീന, അർമേനിയ, ഓസ്ട്രേലിയ, ആസ്ട്രിയ, അസർബൈജാൻ, ബഹമാസ്, ബഹ്റിൻ, ബംഗ്ലാദേശ്, ബാർബഡോസ്, ബിലാറസ്, ബെൽജിയം, ബെലീസ്, ബെനിൻ, ഭൂട്ടാൻ, ബൊളീവിയ, ബോസ്ന ഹെർസോഗോവിന, ബോട്സ്വാന, ബ്രസീൽ, ബ്രൂണൈ, ബൾഗേറിയ, ബുർക്കിന ഫാസോ, ബുറുണ്ടി, കംബോഡിയ, കാമറൂൺ, കാനഡ, കേപ്പർ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ചാഡ്, ചിലി, ചൈന, കൊളംബിയ, കോമറോസ്, കോങ്കോ, ഫോർമലി സെയർ, കോങ്കോ, കോസ്റ്റാറിക്ക, കോട്ട് ഡിവോർ, ക്രൊയേഷ്യ, ക്യൂബ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ജിബോട്ടി, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഈസ്റ്റ് തൈമൂർ, ഇക്കഡോർ, ഈജിപ്റ്റ്, എൽ സാൽവഡോർ, ഇക്വറ്റോറിയൽ ഗിനി, എറിട്രിയ, എസ്റ്റോണിയ, എത്യോപ്യ, ഫിജി, ഫിൻലാൻഡ്, ഫ്രാൻസ്, ഗാബോൺ, ഗാംബിയ, ജോർജിയ, ജർമ്മനി, ഖാന, ഗ്രീസ്, കനഡ, ഗോട്ടിമാല, ഗിനിബസാവ്, ഗയാന, ഹേത്തി, ഹോൺഡുറാസ്, ഹംഗറി, ഐസ്ലൻഡ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, അയർലൻഡ്, ഇസ്രായേൽ, ഇറ്റലി, ജമൈക്ക, ജപ്പാൻ, ജോർദാൻ, കസാഖിസ്ഥാൻ, കെനിയ, കിരിബാത്തി, കൊറിയ നോർത്ത്, കൊറിയ സൗത്ത്, കുവൈറ്റ്, കിർഗിസ്ഥാൻ, ലാവോസ്, ലാറ്റ്വിയ, ലെബനൻ, ലെസോത്തോ, ലൈബീരിയ, ലിബിയ, ലിച്ചൻസ്റ്റീൻ, ലിത്വാൻ, ലക്സംബർഗ്, മാസഡോണിയ, മഡഗാസ്കർ, മലേഷ്യ, മാലദ്വീപ്സ്, മാൾട്ട, മാർഷ് ഐലൻഡ്സ്, മൗറിട്ടാനിയ, മൗറീഷ്യസ്, മെക്സിക്കോ, മൈക്രോനേഷ്യ, മോൾഡോ, മൊണോക്കോ, മംഗോളിയ, മോണ്ടിഗ്രോ, മൊറോക്കോ, മൊസാംബിക്, മ്യാൻമാർ, നമീബിയ, നൗറു, നേപ്പാൾ, നെതർലൻഡ്, ന്യൂസിലൻഡ്, നിക്കരാഗ്വ, നൈജീരിയ, നോർവേ, ഒമാൻ, പാകിസ്ഥാൻ, പലാവ്, പനാമ, പപ്പുവ ന്യൂഗിനി, പരാഗ്വേ, പെറു, ഫിലിപ്പീൻസ്, പോളണ്ട്, പോർച്ചുഗൽ, ഖത്തർ, റൊമേനിയ, റഷ്യ, റുവാണ്ട, സമോവ, സാൻ മാർനോ, സാവറ്റോ, പ്രിൻസിപ്പെ, സൗദി അറേബ്യ, സെനഗൽ, സെർബിയ, സൈഷൽസ്, സിയറ ലിയോൺ, സിംഗപ്പൂർ, സ്ലോവാക്യ, സോളമൻ, സൊമാലിയ, സൗത്ത് ആഫ്രിക്ക, സ്പെയിൻ, ശ്രീലങ്ക, സെന്റ് കിറ്റ്സ് ആൻഡ് സെന്റ് ലൂസിയ, സെന്റ് വിൻസെന്റ് ആൻഡ് ദ ഗ്രനേഡ്സ്, സുഡാൻ, സൂർണയം, സ്വാസിലൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, സിറിയ, തജിക്കിസ്ഥാൻ, തൻസാനിയ, തായ്ലൻഡ്, ടോഗോ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ടുണീഷ്യ, ടർക്കി, ടർക്ക്മെനിസ്ഥാൻ, ടുവാളു, ഉഗാണ്ട, ഉക്രൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഉറുഗ്വേ, ഉസ്ബെക്കിസ്ഥാൻ, വനാട്ടു, വെനിസ്ല, വിയറ്റ്നാം, യമൻ, സാംബിയ, സിംബാബ്വേ. പഠിക്കുന്ന കുട്ടികൾക്കും PSCക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുമുണ്ട്. അവർക്ക് ഓർമ്മശക്തി എന്ന് പറയുന്ന ഈ സംഭവം ഏത് രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തു കൊണ്ടുവരാൻ സാധിക്കും? ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാല എന്ന് പറഞ്ഞാൽ 26 അക്ഷരമാണ്. ABCDEFGHIJKLMNOPQRSTUVWXYZ. ഏത് കൊച്ചുകുട്ടികളും പറയുന്ന നമ്മൾ 26 ലെറ്റേഴ്സ് കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാല എല്ലാവർക്കും അറിയാം. മലയാള അക്ഷരമാല ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അത് വേറൊരു രസമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന നല്ലൊരു ട്രെയിനിങ് മെത്തേഡാണ് 26 ലെറ്റേഴ്സിനെ തിരിച്ചു പറയുക അവിടുന്ന് ഇങ്ങോട്ട്. ZYSWTSRQPONMLKJHVDCBA വളരെ രസകരമായിട്ട് 3 ലെറ്റർ വെച്ച് തിരിക്കുക. പ്രാക്ടീസാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടല്ലോ. ഐഡിയ അനുസരിച്ച് ഞാൻ 3 ലെറ്റർ വെച്ച് തിരിച്ചു. ലാസ്റ്റ് 2 ലെറ്റർ വരും. ZYX WVU TSR QPO NML KJI HGF EDC BA. ഇത് പതുക്കെ സ്പീഡാക്കി എടുക്കണം. ZYX WVU TSR QPO NML KJI HGF EDC BA. നല്ല സ്പീഡ്. ZYX WVU TSR QPO NML KJI HGF BA. ഇതിനകത്തൊരു എറേസും ഇല്ല, ഒരു ഒമിഷനുമില്ല, ഒന്നും തെറ്റുമില്ല, ഒന്നും വിട്ടുപോയിട്ടുമില്ല. ഇത് നല്ല സ്പീഡായിട്ട് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ശീലമാക്കാം. അതുവഴി അവരുടെ മസ്തിഷ്ക കോശങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വരികയും മസ്തിഷ്കം നല്ലതുപോലെ സ്ട്രെയിൻ എടുക്കുന്ന പക്ഷം ബോഡി സിരകളിലെ ന്യൂറോൺസൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ട് ഒന്ന് സജീവമായി കോശങ്ങളങ്ങ് ഉയർന്നെഴുന്നേറ്റ് സടകുടഞ്ഞ് എഴുന്നേക്കുമെന്ന് പറയത്തില്ല. അത് കണക്ക് എഴുന്നേറ്റ് നല്ല അടിപൊളിയാവും. അതാ പറയുന്നത്. ചില 65 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാർ 25 വയസ്സുകാരൻ്റെ ബുദ്ധി പോലെ പ്രവർത്തിക്കും. കോശങ്ങൾ നിർജ്ജീവമാകുമ്പോഴാണ് നമ്മുടെ ലോകത്തെ ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗം, അൽഷിമേഴ്സ്, മറവി രോഗം വരെ കീഴടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? മധ്യ വയസ്സിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇതുപോലെ ഇനിയുണ്ട് ട്രെയിനിങ്, വലിയ വലിയ വാക്കുകൾ പഠിക്കുന്നത്. ഇപ്പം മാസ്ക് നമുക്കറിയാം, മുഖാവരണം. എല്ലാവരും പറയുന്നത് മുഖം മൂടി അല്ലെങ്കിൽ മുഖാവരണം. മാസ്കിൻ്റെ പച്ച മലയാളം രോഗപ്രതിരോധിത വദന നാസിക സംരക്ഷണ വായു സഞ്ചാരയുക്ത ശിലാനിർമ്മിത കവചം. രോഗപ്രതിരോധിത വദന നാസിക സംരക്ഷണ വായു സഞ്ചാരയുക്ത ശിലാനിർമ്മിത കവചം. അതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പം അത് നമ്മൾ സ്പീഡായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് ബ്രെയിൻ വഴങ്ങും. മാസ്ക് എന്നുള്ളതിന് മാസ്ക് എന്നുള്ളത് മാസ്ക് എന്ന് വെച്ചാൽ ഒന്നാമതൊരു ഇംഗ്ലീഷ് വാക്കാത്. ഇംഗ്ലീഷ് വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് ഈ മാസ്ക് എന്നുള്ളത്. പച്ച മലയാളം ഏറ്റവും വലിയ വാക്ക്, വലിയ വാക്ക്. അല്ല അത് തന്നെ ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസ്ക് കഴിഞ്ഞു MASK ഉണ്ട്. അതുപോലെ തന്നെ സാനിറ്റൈസർ ഒന്നാമത് നമ്മൾ ഈ കൊറോണ വന്നപ്പോഴാണ് ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് പരിചിതമാവുന്നത്. അപ്പം സാനിറ്റൈസറിന്റെ പച്ചമലയാളം അങ്കുലീ മർദ്ദിത ദ്രാവക ബാഷ്പ സമഞ്ജ സരൂപിത രോഗ കൃമി ശവനോപാധിത ഹസ്തക്ഷാളന ദ്രാവകം. ഇത് സംസ്കൃത ഭാഷയാണോ? സംസ്കൃത ഭാഷയല്ല, മലയാള ഭാഷ. മലയാളം തന്നെയാണ്.